Hi guys, long time. This is a short session. It's about typhoid. Typhoid എന്താണ്? It is a communicable disease caused by which organism? Let me take my pencil. It is caused by Salmonella typhi. Which bacterium? Salmonella typhi. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയഗ്നോസിസിനെ പറ്റിയാണ്. ഫസ്റ്റ് വീക്ക് ഓഫ് ദ ഡിസീസിൽ നിങ്ങൾ എന്ത് ടെസ്റ്റാണ് ചെയ്യുന്നത് ടു കൺഫേം ദിസ് ഡിസീസ് ടൈഫോയിഡ്? സോ ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ യു ഗോണ ഡു ബ്ലഡ് കൾച്ചർ. സെക്കൻഡ് വീക്ക് ആണെങ്കിൽ യു ഗോണ റൺ ആൻ ആൻറ്റിബോഡി ടെസ്റ്റ്. തേർഡ് വീക്ക് ആണെങ്കിൽ സ്റ്റൂൾ കൾച്ചർ ചെയ്യുക. ഫോർത്ത് വീക്ക് ആണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യുക. അപ്പോൾ ഇത് ഓർത്തിരിക്കേണ്ട ഒരു ഈസി വേ ഉണ്ട്. ബാസു എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഏതൊരു ഫിലിമിൽ ഇതൊരു കോമഡി ക്യാരക്ടറിൻ്റെ പേരായിരുന്നില്ലേ ദിലീപ് വിളിക്കുന്നത്? ബാസു. ഐ തിങ്ക് പാണ്ടിപ്പട അല്ലേ? ഐ ഡോണ്ട് നോ, ഇറ്റ് ലുക്സ് വെരി ഫെമിലിയർ. ബാസു. B for blood, A for antibody, S for stool culture, U for urine culture. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ടൈഫോയിഡ്, ഈ അസുഖത്തിന് പല ആസ് ദ ഡിസീസ് പ്രോഗ്രസ്സസ് ബാക്ടീരിയ it travels to different parts of the body and bacterial load it varies from one part of the body to other depending upon the progression of the disease. എന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ ഡിസീസ് ആവുന്ന സമയത്ത് ഇപ്പം ഒരാൾക്ക് സാൽമോണല്ല ടൈഫൈ ഇൻഫെക്റ്റ് ചെയ്തു, ഫസ്റ്റ് വീക്കിൽ ദ ബാക്ടീരിയ വിൽ ബി വെരി മച്ച് ഹൈ ഇൻ ദ ബ്ലഡ്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് കൾച്ചർ ചെയ്യുന്നത്, സോ ദാറ്റ് വി കൻ ഈസിലി ക്യാച്ച് ദ ഡിസീസ്. അണ്ടർസ്റ്റുഡ്? പിന്നെ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും ആൻറ്റിബോഡീസ് നന്നായിട്ട് കൂടും അഗൈൻസ്റ്റ് ദി ആൻറ്റിജൻസ് ഓഫ് സാൽമോണല്ല ടൈഫൈ. ഏതൊക്കെയാണ് ആൻറ്റിജൻസ്? വാട്ട് ആർ ദി ആൻറ്റിജൻസ് ഓഫ് ദിസ് ബാക്ടീരിയം? വി ഹാവ് ഗോട്ട് O ആൻറ്റിജൻ, S ആൻറ്റിജൻ, VI ആൻറ്റിജൻ. അപ്പോൾ ഈ ആൻറ്റിജൻസിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ബോഡിയിൽ നന്നായിട്ട് കൂടും എപ്പോൾ? സെക്കൻഡ് വീക്ക് ഓഫ് ഇൻഫെക്ഷൻ. സോ യു ഗോണ റൺ ആൻ ആൻറ്റിബോഡി ടെസ്റ്റ്. സോ ബേസിക്കലി നിങ്ങൾ ബാക്കി ടെസ്റ്റ് ചെയ്താലും യു മൈറ്റ് ഗെറ്റ് പോസിറ്റീവ്. പക്ഷേ ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ ഇഫ് യു ഡു ബ്ലഡ് കൾച്ചർ വെരി ലൈക്ലി ദാറ്റ് യു വിൽ ഗെറ്റ് എ പോസിറ്റീവ് ടെസ്റ്റ്. മനസ്സിലായോ? സെക്കൻഡ് വീക്ക് യു ഡു ആൻറ്റിബോഡി ടെസ്റ്റ്, വൈഡാൽ ടെസ്റ്റ്. തേർഡ് വീക്ക് ആകുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ബാക്ടീരിയ it multiplies in the body, liverൽ, സ്പ്ലീനിൽ, ഗോൾ ബ്ലാഡർ വഴി ഈ ബാക്ടീരിയ ഗോസ് ടു ദ ബൈൽ. ബൈലിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ വഴി സ്റ്റൂളിലേക്ക് അത് എക്സ്ക്രീറ്റ് ആവുന്നു. അപ്പോൾ തേർഡ് വീക്കിലാണ് ഇത് സംഭവിക്കുന്നത്. എന്ത്? ബാക്ടീരിയ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നത്. സോ തേർഡ് വീക്ക്, ഇഫ് യു സസ്പെക്ട് ദാറ്റ് ദ പേഷ്യൻറ്റ് ഇസ് ഇൻ ദ തേർഡ് വീക്ക് ഓഫ് ദ ഡിസീസ്, യു ഗോണ റൺ എ സ്റ്റൂൾ കൾച്ചർ ടു കൺഫേം യുവർ ഡയഗ്നോസിസ്. ഫോർത്ത് വീക്ക് ആണെങ്കിൽ ഈ ബാക്ടീരിയ കിഡ്നി ചെന്നിട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ, ദിസ് ബാക്ടീരിയ. സോ യു ഗോണ ഡു എ യൂറിൻ കൾച്ചർ ഇൻ ദ ഫോർത്ത് വീക്ക് ടു കൺഫേം ദ ഡയഗ്നോസിസ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ അടുത്തൊരു പേഷ്യൻ്റ് വരികയാണ്, നിങ്ങൾ എങ്ങനെ അറിയും അത് ഏത് വീക്കാണ്? ഇതിപ്പം ആ ഒരു ഡിസീസിൻ്റെ ഫസ്റ്റ് വീക്കാണോ സെക്കൻഡ് വീക്കാണോ എന്നൊക്കെ എങ്ങനെ അറിയാം? യു ഷുഡ് ആസ്ക് ദിസ് ഹിസ്റ്ററി ടു ദ പേഷ്യൻറ്റ്. എത്ര ദിവസമായിട്ട് ഫീവർ ഉണ്ട്? ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. മോസ്റ്റ്ലി ഫീവർ. അപ്പോൾ പേഷ്യൻറ്റ് പറയാൻ ഡോക്ടറെ ഒരു 5 ദിവസമായിട്ട് ഫീവർ ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഏകദേശം ഒരു 1 വീക്കിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് അല്ലേ? അപ്പം ഫസ്റ്റ് വീക്കിൽ വിച്ച് ടെസ്റ്റ് യു ഗോണ റൺ ഇഫ് യു ആർ സസ്പെക്ടിങ് ടൈഫോയിഡ്? ബ്ലഡ് കൾച്ചർ, റൈറ്റ്? പേഷ്യൻറ്റ് ഈസ് ഗോയിങ് ടു സേ, ഡോക്ടർ ഏകദേശം ഒരു 3 ആഴ്ചയായി എനിക്ക് ഫീവറും സിംറ്റംസും ഒക്കെ തുടങ്ങിയിട്ട്. യു ഗോണ ഡു, സോ യു അസ്യൂമിങ് ദാറ്റ് ഓക്കെ ഈ ടൈഫോയിഡ് ആണ് എങ്കിൽ അത് തേർഡ് വീക്ക് ആയിട്ടുണ്ടാവും. യു ഗോണ ഡു വാട്ട്? തേർഡ് വീക്ക് ആണെങ്കിൽ സ്റ്റൂൾ കൾച്ചർ, റൈറ്റ്? So that is it. Remember this code, okay? BASU. Most useful investigation for typhoid fever in the first week. നമ്മൾ ഇപ്പോൾ പഠിച്ചേ ഉള്ളൂ. That is blood culture. So I hope you understood. Right? I'll see you all in the next class. Bye-bye.